എൻ്റെ അമ്മ അവിടെ അനുഭവിക്കുന്ന സങ്കടം ലോകത്തൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഇനിയും ഞാനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ജീവൻ പോലും അപകടത്തിലാവും. പക്ഷെ ഞാൻ ഇവിടെ എൻ്റെ ഗൗരിമോള്. ഇത്തവണ ഞാനത് പാഴാക്കില്ല. ഇയാളെ ഇപ്പൊ തന്നെ ഇവിടുന്ന് മാറ്റണം. ഇയാളുടെ പൊടി പോലും രാജീവിന് കിട്ടരുത്. ഇന്നത്തോടെ എനിക്ക് പിന്നാലെയുള്ള അയാളുടെ ഓട്ടം അവസാനിപ്പിക്കണം. സർ, ഇതാണ് സുഗതൻ മേനോന്റെ ലൊക്കേഷൻ. ഇത് എവിടെയാണ്? സാർ, ഇത് കുരിശുമലയ്ക്ക് പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ 3 കിലോമീറ്റർ പോകുമ്പോൾ വലതുവശത്തായി ഒരു പള്ളിയുണ്ട്. അതിനപ്പുറം അടഞ്ഞു കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഈ അടുത്ത കാലത്ത് അവന്തിക ഈ പ്രോപ്പർട്ടി ഏറ്റെടുത്തായി കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനി സംശയിക്കാൻ ഒന്നുമില്ല സാർ. ഇപ്പൊ തന്നെ നമുക്ക് പുറപ്പെടണം. എത്രയും പെട്ടെന്ന് സുഗതം മേനോനെ രക്ഷിക്കണം. കം ഫാസ്റ്റ്. മോളെ, അച്ചുമോളെ, മോളെ എവിടെ പോയി? മോളെ, അച്ചു. എന്താ ആന്റി? എന്തു പറ്റി? എന്റെ അച്ചുമോളെ എവിടെ പോയി? അച്ചുമോളോ? ആന്റി എന്തൊക്കെയായി പറയുന്നേ? അതെ, അച്ചുമോള് തന്നെ. അവളിപ്പോ എന്റെ അടുത്തുണ്ടായിരുന്നല്ലോ. മക്കളെ, നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അവൾ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. അവളിവിടെ അടുത്ത് തന്നെയുണ്ട്. ആന്റി, അച്ചുമോളെ, മോളെ. എന്താ പറ്റിയേ? അച്ചുമോള് ആന്റി സ്വപ്നം കണ്ടതാണെന്ന് തോന്നുന്നു. അർച്ചനയുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ ഈ നിലവിളിക്കുന്നേ. അമ്മേ, നീ കണ്ടില്ലേടാ? അവളെ കണ്ടില്ലേ? അവളിപ്പോ എങ്ങോട്ടാ പോയേ? അവളോട് ഇങ്ങോട്ട് വരാൻ പറയടാ. അമ്മേ, ഇങ്ങനെ വിഷമിക്കല്ലേ. അമ്മ കിടന്നോ, ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട്. കിടന്നോ. കിടന്നാലും എനിക്ക് ഉറക്കം വരത്തില്ലട മോനെ. എപ്പോഴും എനിക്ക് അച്ചുമോളുടെ മുഖവും മനസ്സെന്നറിയാം. എനിക്ക് അവളൊന്ന് കാണണോടാ. അതൊക്കെ കാണാം. അനഘേ, ആ ടാബ്ലറ്റിങ് എടുത്തോ. അച്ചു, അമ്മ ഇനി മരുന്ന് കഴിച്ചില്ലല്ലോ. കഴിക്കേ. കഴിക്കമ്മേ. വെള്ളം പിടിക്ക. ഇനി അമ്മ കിടന്നോ. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. മോനെ, അച്ചു വരുമ്പോ എന്നെ വിളിക്കണേ. വിളിക്കാം. അനഘേ, നീ ഒന്ന് അമ്മയെ പിടിച്ച് കിടത്തേ.
ഏട്ടാ ഒന്ന് നിന്ന്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴേക്കും എല്ലാം മാറിക്കോളും. അതല്ല ഞാൻ ചോദിച്ചത്. ഇക്കഴിഞ്ഞ 10 വർഷവും ഏട്ടത്തി പോയതിന്റെ പേരിൽ ആന്റിക്ക് വിഷമമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാ. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അർച്ചനയേടത്തി മരിച്ചു പോയെന്ന് പറഞ്ഞ് ഏട്ടത്തിക്ക് വേണ്ടി ബലിയിടാൻ പോയ ആളാ ആന്റി. ഇപ്പൊ പെട്ടെന്ന് ഏട്ടത്തി ജീവനോടെ ഉണ്ടെന്നും കാണണമെന്നൊക്കെ പറയാൻ എന്താ കാരണം? കൺമുമ്പിൽ കണ്ടതുപോലെയൊക്കെ ആന്റി സംസാരിക്കുന്നത്. എന്റെ മനസ്സിലൊരു സംശയം തോന്നിയിട്ട് കുറച്ചു ദിവസങ്ങളായി. ആന്റിയോ സച്ചേട്ടനോ ആരെങ്കിലും ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ? പറ സച്ചേട്ടാ, എന്തെങ്കിലും ഞങ്ങൾ ഇന്ന് മറയ്ക്കുന്നുണ്ടോന്ന്? അപ്പൊ ഞാൻ സംശയിച്ചത് വെറുതെ അല്ല. ഇവരെന്തോ ഞങ്ങളെ ഇന്ന് മറയ്ക്കുന്നുണ്ട്. സോറി. എന്റെ അമ്മ അവിടെ അനുഭവിക്കുന്ന സങ്കടം ലോകത്തൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഇനിയും ഞാനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എന്റെ അമ്മയുടെ ജീവൻ പോലും അപകടത്തിലാവും. പക്ഷെ ഞാൻ ഇവിടെ എന്റെ ഗൗരിമോള് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഒരടി മുന്നോട്ട് വയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ദൈവമേ.